നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് പറയുന്ന വിഷയം 2026 വേഴത്തിന്റെ മാറ്റം മൂലം വൃശ്ചികക്കൂറുകാർക്ക് അല്ലെങ്കിൽ വൃശ്ചിക രാശിക്കാർക്ക് അവരുടെ നക്ഷത്രങ്ങളിലുണ്ടാവുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ അവർക്കുണ്ടാവുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ വിഷയത്തിൽ ഞാൻ ഇവിടെ പറയുന്നത്. അതായത് വേഴത്തിന്റെ രാശിമാറ്റം മൂലം വൃശ്ചികക്കൂറുകാർക്കുണ്ടാവുന്ന ഫലങ്ങളാണ് ഇവിടെ ഞാൻ പറയുന്നത്. അത് അവരുടെ ഈ വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖം, മുക്കാല്, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ച് എന്തെല്ലാം ഫലാനുഭവങ്ങളാണ് ഈ വേഴമാറ്റം ഇവർക്ക് കൊടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. വേഴം ഇപ്പോൾ നിൽക്കുന്ന രാശിയിൽ നിന്നും നേർഗതിയിൽ ഉച്ചരാശിയിലേക്ക് വരികയാണ്. അതായത് 2026 ജൂൺ 2-ാം തീയതി വെളുപ്പിന് 1:55 വേഴം തന്റെ ഉച്ചരാശിയായ കർക്കിടകൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു, അതായത് കടന്നു വരുന്നു. നേരത്തെ വേഴം ഈ കർക്കിടകൻ രാശിയിൽ നിന്നിരുന്ന വേഴമാണ്. എന്നാൽ കുറച്ചു മുമ്പ് വേഴം പുറകിലോട്ട് പോയി, അതായത് വക്രത്തിലെ പുറകിലോട്ട് പോകുമ്പോൾ ഒരു ഗ്രഹം പുറകിലോട്ട് പോണതിന് വക്രം എന്ന് പറയുന്നു. അപ്പൊ പുറകിലോട്ട് പോയി മിഥുനൻ രാശിയിൽ നിൽപ്പുറപ്പിച്ചു. എന്നാൽ ഇപ്പോൾ ജൂൺ 2-ാം തീയതി വേഴം വീണ്ടും കർക്കിടകൻ രാശിയിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പൊ കർക്കിടകൻ രാശി എന്ന് പറഞ്ഞാൽ വേഴത്തിന്റെ ഉച്ചരാശിയാണ്. അപ്പൊ വേഴം നേർഗതിയിലേക്ക് സഞ്ചരിക്കുന്ന സമയം. അത് ഉച്ചരാശിയിൽ അത് ഒരു ഗ്രഹം ഉച്ചരാശിയിൽ പ്രവേശിച്ചാൽ ആ ഗ്രഹത്തിന് ഫലദാനശേഷി കൂടും എന്നാണ് ജ്യോതിശാസ്ത്രം പറയുന്നത്. വേഴം എന്നത് സർവേശ്വര ഗ്രഹമാണ്. വേഴം പ്രസാദിച്ചാൽ എല്ലാ ഗ്രഹങ്ങളും പ്രസാദിക്കും എന്ന് ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ വേഴത്തിന്റെ ഈ നേർഗതിയിലുള്ള പ്രയാണം, അതും ഉച്ചരാശിയിൽ നിൽക്കുന്ന ഈ സമയത്തുള്ള സമയം, വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ഉണ്ടാകുന്ന നേട്ടങ്ങൾ ഈ സന്ദർഭത്തിൽ ഈ വീഡിയോയിൽ പറയുകയാണ്. അപ്പൊ വേഴം ആരാണ്? ധനകാരകനാണ്. അതോർക്കണം. ധനത്തിന്റെ ഗ്രഹമാണ്. ധനം സംബന്ധിച്ച കാര്യങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ ആ നക്ഷത്രക്കാർക്ക് വേഴം തരുന്നതാണ്. അപ്പൊ വേഴം വേഴത്തിന്റെ ഈ രാശിമാറ്റം മൂലം കർക്കിടകത്തിൽ വരുന്ന വേഴം വൃശ്ചികൻ രാശിയുടെ 9-ാം ഭാവത്തിലേക്കാണ് വരുന്നത്. അപ്പൊ വേഴം കർക്കിടകൻ രാശിയിൽ നിൽക്കുമ്പോൾ വൃശ്ചികൻ രാശിയുടെ 9-ലേക്കാണ് വേഴം വരുന്നത്. മനസ്സിലായ? വൃശ്ചികൻ രാശിയുടെ 9-ാം ഭാവത്തിലേക്കാണ് വേഴം വരുന്നത്. അപ്പൊ 9-ാം ഭാവം എന്ന് പറയുന്നത് ഭാഗ്യസ്ഥാനമാണ്. ഒരു 12 ഭാവങ്ങളുണ്ടല്ലോ രാശിയിൽ. അതിൽ 9-ാമത്തെ ഭാവം ഭാഗ്യസ്ഥാനമാണ്, ഭാഗ്യഭാവമാണ്. അപ്പൊ ഭാഗ്യപുഷ്ടി ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ വൃശ്ചികക്കാർക്ക്. അവരുടെ ഭാഗ്യസ്ഥാനത്തേക്കാണ് വേഴം, ധനകാരകനായ വേഴം എത്തുന്നത്. ഇത് വളരെ അനുകൂലമായ ഒരു സമയമാണ് ഇവർക്ക്. ഈ സമയം അഷ്ടമത്തിലെ വേഴം കഴിഞ്ഞ് വേഴം 9-ലേക്കാണ് വരുന്നത്. നേരത്തെ ഇവർക്ക് വേഴം അഷ്ടമത്തിൽ നിന്നിരുന്നാണ്. അഷ്ടമത്തിലെ വേഴം ഇവരെ സംബന്ധിച്ച് അത്ര ഗുണകരമല്ല. വേഴം അഷ്ടമത്തിൽ നിൽക്കുന്നത് ഗുണകരമല്ല. എന്നാൽ
വേഴം 9 വരുന്നതോടുകൂടി ഇവരെ സംബന്ധിച്ച് ഒരു ഉണർവും ഉന്മേഷവും സൗഭാഗ്യങ്ങളും ഇവരിലേക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ്. അപ്പൊ ഇവർക്ക് അഷ്ടമത്തിലെ ദോഷങ്ങൾ മാറി വേഴം ഭാഗ്യസ്ഥാനത്ത് വരുമ്പോൾ ജീവിതത്തിൽ വലിയ പുരോഗതികൾ കൈവരിക്കാൻ ഇവർക്ക് കഴിയുന്നതാണ്. നേരത്തെ പല തടസ്സങ്ങളും ഇവർക്ക് ഉണ്ടായിട്ടുണ്ടാവും. ആ തടസ്സങ്ങളെല്ലാം മാറ്റിയെടുക്കാനും ഇവർക്ക് ഈ സമയം ഇവർക്ക് അതിന് കഴിയുന്നതാണ്. മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും, സഫലമാകാതെ കിടന്നിരുന്ന പല കാര്യങ്ങളും ഇവർക്ക് നടപ്പിൽ വരുത്താനും അത് സഫലീകരിക്കാനും പറ്റുന്ന സമയമാണ് വേഴമാറ്റം ഇവർക്കുണ്ടാക്കുന്നത്. ഭാഗ്യത്തിന്റെ പിന്തുണ എല്ലാ കാര്യത്തിലും ഇവരുടെ എല്ലാ മേഖലകളിലും, എല്ലാ പ്രവൃത്തി സ്ഥാനങ്ങളിലും എല്ലാം ഒരു ഭാഗ്യത്തിന്റെ പിന്തുണ ഇവർക്ക് കിട്ടുന്ന ഒരു സമയമാണ് വേഴമാറ്റം മൂലം ഉണ്ടാകുന്നത്. 9ാം ഭാവം ഭാഗ്യത്തിന്റെയും ധർമ്മത്തിന്റെയും ഭാവമാണ്. ഭാഗ്യത്തിന്റെ ഭാവം മാത്രമല്ല, ധർമ്മത്തിന്റെ ഭാവം കൂടിയാണ്. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവും. 8ലെ വേഴം തന്ന സാമ്പത്തിക തടസ്സങ്ങൾ ഈ 9ലെ വേഴം ഇവർക്ക് മാറ്റിക്കൊടുക്കും. ഇപ്പൊ നേരത്തെ 8ലായിരുന്നല്ലോ വേഴം, ഇപ്പൊ അത് 9ലേക്ക് വന്നപ്പോൾ സാമ്പത്തികമായി തടസ്സങ്ങൾ ഉണ്ടായിരുന്ന ആ കാര്യങ്ങളെല്ലാം ഇപ്പോൾ വേഴം അത് മാറ്റിക്കൊടുക്കുന്നതാണ് ഇവരെ സംബന്ധിച്ച് ഉള്ള കാര്യം. പിതൃ സ്വത്തോ പൂർവികമായ സ്വത്തോ ഇവർക്ക് കിട്ടാനിടയുണ്ടെങ്കിൽ, അല്ലെ കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അതെല്ലാം ഇപ്പൊ കിട്ടുന്ന സമയമാണ്. കിട്ടാനുള്ള സാഹചര്യം, അവർക്ക് കിട്ടേണ്ട വസ്തുക്കള് അവർക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ സമയം ഈ പിതൃസ്വത്തോ അല്ലെങ്കിൽ പൂർവികമായ സ്വത്തുക്കളോ ഇവർക്ക് കിട്ടാനിടയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും. കിട്ടാനിടയുണ്ടെങ്കിലല്ല, നേരത്തെ കിട്ടാതിരുന്നത് ഇപ്പൊ കിട്ടും എന്നാണ് അർത്ഥം. വിവാഹിതരായവർക്ക് സന്താനഭാഗ്യം കിട്ടുന്നതാണ്. അതായത് വേഴം സന്താനകാരകൻ കൂടിയാണ്. അപ്പൊ സന്താനകാരകൻ ഇവരെ സംബന്ധിച്ച് സന്താനകാരകൻ നല്ലൊരു ഭാവത്തിൽ നിൽക്കുമ്പോൾ ഇവരെ സംബന്ധിച്ച് ഈ വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് നല്ല സന്താന നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. അപ്പൊ സന്താന ഭാഗ്യം കിട്ടും ഇവരെ സംബന്ധിച്ച്. അവിവാഹിതരുടെ വിവാഹം നടക്കാനും കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കാനും ഈ സമയത്ത് കഴിയുന്നതാണ്. തൊഴിൽ ഉന്നതി ഉണ്ടാകുന്ന സമയമാണ്. തൊഴിൽപരമായ നേട്ടങ്ങൾ ഇവരെ സംബന്ധിച്ച് ഉണ്ടാകും. സ്ഥാനക്കയറ്റങ്ങൾ, ശമ്പള വർധന, പ്രമോഷൻ എന്നിവ ഇവരെ സംബന്ധിച്ച് ഈ അവസ്ഥയിൽ ഇവർക്ക് കൈവരുന്നതാണ്. വേഴത്തിന്റെ രാശിമാറ്റം മൂലം ശമ്പള വർധന ഉണ്ടാകും, തൊഴിൽപരമായ നേട്ടങ്ങൾ ഉണ്ടാകും, പ്രമോഷൻ കിട്ടും. ഇവര് വിചാരിക്കുന്ന വിധത്തിലുള്ള ചില തൊഴിൽപരമായ നേട്ടങ്ങൾ ഇവരിലേക്ക് വന്നു ചേരാൻ ഈ സമയം അതിന് ഉപകരിക്കുന്നതാണ്. അതുകൂടാതെ ജീവിതത്തിൽ പല ഭാഗ്യാനുഭവങ്ങളും ഇവരെ സംബന്ധിച്ച് ഉണ്ടാകും. ജീവിതത്തിൽ പല ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഭാഗ്യക്കുറി പോലുള്ള കാര്യങ്ങളിൽ ഭാഗ്യക്കുറി ഇല്ലേ, ഭാഗ്യത്തില് ഒന്ന് ഭാഗ്യം പരീക്ഷിക്കാം എന്ന് കരുതുന്നവരെ സംബന്ധിച്ച് ഭാഗ്യക്കുറികളിലെല്ലാം സമ്മാനങ്ങൾ കിട്ടാൻ ഇടവരും. ലോട്ടറി പോലെയുള്ള കാര്യങ്ങളിൽ ഇവർക്ക് സമ്മാനങ്ങൾ കിട്ടാനും ഇടവരും. ചിലപ്പോൾ ലോട്ടറി അടിക്കാനൊക്കെ സാധിച്ചെന്ന് വരും. കാരണം ഭാഗ്യമുണ്ടല്ലോ, ഭാഗ്യത്തിന്റെ സ്ഥാനത്തല്ലേ വേഴം നിൽക്കുന്നത്. അപ്പൊ ധനപരമായ ഭാഗ്യം ഇവർക്ക്
പക്ഷേ ലോട്ടറിയിലൂടെ ഇവർക്ക് നേടാൻ ചിലപ്പോൾ കഴിയുന്നതാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ വൃശ്ചികൻ രാശിക്കാർക്ക് കഴിഞ്ഞ കുറച്ചു കാലമായി അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മാനസികവും സാമ്പത്തികവുമായ ബുദ്ധിമുട്ടുകളിൽ നിന്നും മോചനം നൽകുന്ന ഒരു സുവർണ കാലഘട്ടമായിരിക്കും 2026 ജൂൺ മുതലുള്ള വേഴമാറ്റം ഇവർക്കുണ്ടാക്കുന്നത്. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുകയും നിങ്ങൾക്കെല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.